ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ബുക്സൊക്കെ വായിക്കുന്ന സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ലാത്തൊരു ഊർജ്ജം നമ്മളിലേക്ക് വന്ന് നിറയും. തുടർന്ന് നമ്മൾ വളരെ എനർജറ്റിക്കായി വളരെ കോൺഫിഡൻറ്റോടു കൂടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കും. ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളൊരു വാശിയോടു കൂടിയായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ആവേശത്തോടു കൂടി ചെയ്യുക. പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിലോ ഇതിൻ്റെ തീവ്രത, ഈ മോട്ടിവേഷൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടും പിന്നെ പഴയതിനെപ്പോലെയോ അല്ലെങ്കിൽ പഴയതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ മോട്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരുന്നത്? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? എങ്ങനെ നമുക്കതിനെ മറികടക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. ഇറ്റ്സ് മീ, വൈശാഖ് സൂര്യനാരായൺ. വെൽക്കം ടു ദിസ് വീഡിയോ. എന്താണ് മോട്ടിവേഷൻ എന്നാദ്യം നോക്കാം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പ്രചോദനം എന്നാണ്. പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അത്തരത്തിൽ നോക്കുമ്പം, ആ അർത്ഥത്തിൽ നോക്കുമ്പം ഒരു മോട്ടിവേഷൻ ബുക്സും ഒരു മോട്ടിവേഷണൽ വീഡിയോയും നമ്മളുടെ ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ളൊരു ഊർജം, ഒരു ഫ്യൂവൽ, ഇന്ധനം മാത്രമായിട്ടാണ് ഇവയെല്ലാം വർക്ക് ചെയ്യുന്നത്. എന്താണ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഉത്സാഹം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ശരീരത്തിൽ കുറേയധികം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവയിൽ ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഹോർമോൺസാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന രണ്ട് ഹോർമോൺ ഞാൻ മെൻഷൻ ചെയ്യാം. ഒന്ന് അഡ്രിനാലിൻ, രണ്ട് ടെസ്റ്റോസ്റ്റിറോൺ. ഇത് കൂടാതെ കുറേയധികം ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ആവേശം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നമ്മളൊരു ആവേശം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട്, അതായത് ഹോർമോൺ സിസ്റ്റം പിന്നെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് ഒരു പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വിശ്രമം ആവശ്യമാണ്. അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പീക്കിന് അതേപോലെ തന്നെ ഒരു ഇറക്കവും നമ്മളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇത് ഒരാളുടെ മാത്രം കുഴപ്പമല്ല, മനുഷ്യരായിട്ടുള്ള എല്ലാവരിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള ഈ മോട്ടിവേഷൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഇതിനെ മറികടക്കാമെന്ന്. ഈ വിഷയമാണ് ഇനി പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി മോട്ടിവേഷൻ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. മോട്ടിവേഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ, രണ്ട് ഇൻറ്റേർണൽ മോട്ടിവേഷൻ. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് പുറമേ നിന്നും ലഭിക്കുന്ന മോട്ടിവേഷനാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ്. നമ്മൾ സെൽഫ് മോട്ടിവേഷനാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ്റെ ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ ബുക്സ്, മോട്ടിവേഷണൽ വീഡിയോസ്, മോട്ടിവേഷണൽ ബുക്സ് എല്ലാം അതിൻ്റെ ഉദാഹരണമാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ വളരെ ചെറിയൊരു കഥ പറഞ്ഞു തരാം. ഒരു റഷ്യൻ നാടോടി കഥയാണ്. വളരെ ചുരുങ്ങിയ വാചകത്തിൽ ആ കഥ ഞാൻ പറയാം. പണ്ട് ഒരു റഷ്യൻ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു പാവം അപ്പൂപ്പൻ ജീവിച്ചിരുന്നു. ആ അപ്പൂപ്പൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ പണമെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടുണ്ടാക്കി. ആ വീടിൻ്റെ മുറ്റത്ത് അദ്ദേഹം അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. ഈ പൂന്തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത്, ഒരു മതിലിനപ്പുറത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു, ഒരു കളിസ്ഥലമായിരുന്നു. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം കളിക്കുന്ന ഒരിടമായിരുന്നു അത്. അങ്ങനെ ഇതിങ്ങനെ അപ്പൂപ്പനെല്ലാം ഉണ്ടാക്കി മനോഹരമായിട്ട് പരിപാലിച്ച് തുടങ്ങിയ സമയത്താണ് അവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറേ കല്ലുകൾ വാരി പെറുക്കിയിട്ട് നേരെ പൂന്തോട്ടത്തിലേക്ക് എറിയും. കളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ടം കൂടി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരിലുണ്ടാക്കുന്ന ഒരു എൻഡോർഫിൻ, അവർക്ക് കിട്ടുന്ന സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു, ഇതൊരു ആവേശമൊക്കെ എടുത്തിട്ട് അവർ ഡെയിലി വെച്ച് അങ്ങ് എറിയാൻ തുടങ്ങി. ഇങ്ങനെ അപ്പൂപ്പൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വടിയൊക്കെ എടുത്തിട്ട് പിള്ളേരുടെ പുറകെ പോയി പേടിപ്പിച്ച് ഓടിക്കാനൊക്കെ നോക്കി. പക്ഷേ കുട്ടികളാരും അതിൽ നിന്നൊന്നും പേടിച്ച് പിന്മാറുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് മനസ്സിലായി ഈ കുട്ടികളെ ഇങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വിഷമിച്ച് അപ്പൂപ്പൻ ഇരിക്കുന്ന സമയത്താണ് അടുത്ത ഗ്രാമത്തിൽ നിന്നും ഈ അപ്പൂപ്പൻ്റെ കൂട്ടുകാരൻ വരുന്നത്. കൂട്ടുകാരൻ വന്നിട്ട് അപ്പൂപ്പൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. ഉണ്ടായ കഥയെല്ലാം അപ്പൂപ്പൻ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് കൂട്ടുകാരൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ഈ ഉപായം പറഞ്ഞു കൊടുത്തിട്ടാണ് കൂട്ടുകാരൻ അവിടെ നിന്ന് പോകുന്നത്. അന്ന് രാത്രി കൂട്ടുകാരൻ്റെ ഉപായം അനുസരിച്ചിട്ട് അപ്പൂപ്പൻ അവിടെ വലിയൊരു ബോർഡ് എഴുതി തൂക്കി. ഈ പൂന്തോട്ടത്തിൻ്റെ മുൻപിൽ വലിയൊരു ബോർഡ് എഴുതി തൂക്കി. പിറ്റേ ദിവസം വൈകുന്നേരമായി. അന്ന് കളിക്കാനായിട്ട് വന്ന കുട്ടികൾ നേരെ കാണുന്നത് ഈ ബോർഡാണ്. ഈ ബോർഡിൻ്റെ അകത്ത് എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ന് മുതൽ ഒരു കല്ലെറിയുന്നവർക്ക് ₹1 വെച്ചിട്ട് സമ്മാനം. രൂപ എന്ന് പറയുന്നത് ഞാൻ റഷ്യൻ നാണയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമുക്ക് കഥ പറയാൻ എളുപ്പത്തിന് രൂപ എന്നാണ് പറയുന്നത്. അങ്ങനെ
₹1 വെച്ചിട്ട് സമ്മാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ട കുട്ടികൾ എന്ത് ചെയ്തു? നേരെ അതിനേക്കാൾ ഡബിൾ ആവേശത്തിൽ ഈ കളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് നേരെ കല്ലെടുത്തിട്ട് വെച്ചെറിയാൻ തുടങ്ങി. അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് എല്ലാം അങ്ങനെ എണ്ണി. പച്ച ഷർട്ട് ഇട്ടവൻ 4, നീല ഷർട്ട് ഇട്ടവൻ 10, അങ്ങനെയൊക്കെ എണ്ണിയിട്ട് ഏറ്റവും അവസാനം കല്ലൊക്കെ ഏറ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ക്ഷീണിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും പൈസ എടുത്തു കൊടുത്തു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യത്തിൽ കുട്ടികൾ കല്ലെറിയാൻ വേണ്ടി വന്നു. വീണ്ടും എറിഞ്ഞു, അപ്പൂപ്പൻ പൈസ കൊടുത്തു. ഈ പ്രോസസ്സ്, ഈ ഒരു പ്രക്രിയ ഒരാഴ്ച അങ്ങനെ തുടർന്നു. ഒരാഴ്ച കുട്ടികളെല്ലാം നല്ല ആവേശത്തിലായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് 8ാമത്തെ ദിവസം അവർ വീണ്ടും അവിടെ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ആ ബോർഡിന് ചെറിയൊരു മാറ്റം. ഒന്നുമില്ല, ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കണ്ടൻറ്റിൽ മാറ്റി അപ്പൂപ്പൻ ഇനി മുതൽ എറിയുന്നവർക്ക് 50 പൈസ മാത്രം എന്നാണ് ആ ബോർഡിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും ഒന്ന് സ്തബ്ധരായിട്ട് അവിടെ നിന്നു. അതിൽ പകുതി പേര് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. എന്നിട്ട് പകുതി പേര് പറഞ്ഞു, എന്ത് പരിപാടിയാണ് മനുഷ്യൻ കാണിച്ചത്, ഇത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എറിയുന്നത്, അപ്പോൾ നേരെ പകുതിയാക്കി, ഇനി നമുക്ക് കിട്ടുന്ന പൈസ നേരെ പകുതിയാവില്ലേ എന്ന് പറഞ്ഞിട്ട് പകുതി കുട്ടികൾ ഇതെന്തൊരു നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. പകുതി പിള്ളേർ എന്നാൽ പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നു. ഇങ്ങനെ എന്ത് ചെയ്തു? പകുതി പിള്ളേർ ഇതൊരു നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് കളിക്കാനും ഇല്ല കല്ലെറിയാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. ബാക്കി വന്നിരുന്ന പകുതി പിള്ളേർ എന്ത് ചെയ്തു? ഈ കല്ലെറിയിൽ അങ്ങ് തുടർന്നു. അപ്പൂപ്പൻ അവിടെ വന്നിട്ട് എല്ലാവർക്കും വേണ്ടി വളരെ കൃത്യമായിട്ട് തന്നെ പൈസ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരാഴ്ച വീണ്ടും ഈ പ്രക്രിയ തുടർന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അപ്പൂപ്പൻ ബോർഡിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇനി മുതൽ 10 പൈസ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എറിയാൻ വന്ന കുട്ടികളിൽ പകുതി പേര് സ്പ്ലിറ്റായി. ഇതെന്തൊരു നഷ്ടക്കച്ചവടമാണ്, ആ കിഴവൻ നമ്മളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പകുതി പേര് പോയി. അങ്ങനെ എറിയാൻ ഏറ്റവും അവസാനം 3ഓ 4ഓ പേര് മാത്രമായി ബാക്കി. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച, ഇനി വരുന്ന ആഴ്ചയിൽ അപ്പൂപ്പൻ വീണ്ടും ആ ബോർഡിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇനി എറിയുന്നവർക്ക് ഒരു കല്ലിന് 1 പൈസ മാത്രം. ഇത് കണ്ടതോടുകൂടി ഉണ്ടായിരുന്ന 3ഓ 4ഓ പിള്ളേർ എന്ത് ചെയ്തു? പറഞ്ഞു, ഈ കിഴവൻ നമ്മളെ പറ്റിക്കുകയാണ്, ഇനി നമുക്ക് ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേർ, എറിയുന്ന പിള്ളേരും കൂടി നിർത്തിയിട്ട് അങ്ങോട്ട് പോയി. ഇതോടുകൂടി അപ്പൂപ്പൻ ഹാപ്പിയായി. ഇനി കല്ലെറിയാനും ആരുമില്ല, അപ്പുറത്ത് കളിക്കാനും ആരുമില്ല. അങ്ങനെ അപ്പൂപ്പൻ വീണ്ടും പൂന്തോട്ടം മനോഹരമായിട്ട് പരിപാലിച്ചു തുടങ്ങി. ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? ആദ്യം കുട്ടികൾ കല്ലെറിഞ്ഞു തുടങ്ങിയത് ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ഉള്ളിലൊരു സന്തോഷം തരുന്നു, അതിൻ്റെ പുറത്ത് അവർ കല്ലെറിയുന്നു. രണ്ടാമതെറിഞ്ഞപ്പോഴോ ഇത് പണത്തിൻ്റെ ഘടകമായി. ഇതൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ടാണ് ഇവർ കല്ലെറിയാൻ തുടങ്ങിയത്. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ, ഇവിടെ ഈ കല്ലെറിയുന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞു വരുന്ന ആവേശം എന്ന് പറയുന്നത്. ഇൻറ്റേർണലി ഉണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് അവർ അവിടെ നിലനിന്നിരുന്നെങ്കിൽ ഇന്നും, നമ്മളിപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നും ആ കല്ലേറ് പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നേനെ. അപ്പോൾ എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ എപ്പോഴും ഇൻറ്റേർണൽ ആയിരിക്കണം. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പേപ്പറും പേന എടുത്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന, ജീവിതത്തിൽ വിജയിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു 10 പേരുടെ ലിസ്റ്റ് എഴുതുക. ആ 10 പേരുടെ ലിസ്റ്റ് എഴുതിയിട്ട് ആ 10 പേരുടെ ജീവചരിത്രം നിങ്ങളൊന്ന് നോക്കുക. ആ 10ൽ 9 പേരും തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും. അപൂർവങ്ങളിൽ അപൂർവം, അതായത് ലക്ഷത്തിലൊരാളോ കോടികളിലൊരാളോ മാത്രമാണ് മറ്റൊരാളുടെ പ്രചോദനം കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മോട്ടിവേഷൻ എപ്പോഴും സെൽഫ് ആയിരിക്കണം, ഇൻറ്റേർണൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത പ്രശ്നത്തിൻ്റെ യഥാർത്ഥ സൊല്യൂഷനും ഇത് തന്നെ. സെൽഫ് മോട്ടിവേറ്റഡ് ആകുവാൻ വേണ്ടി കുറേയധികം ടൂൾസുകളും ടെക്നിക്കുകളും ഉണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവയാണ്. ഒന്ന് അഫിർമേഷൻ, സെൽഫ് സജഷൻ, അതായത് ഓട്ടോ സജഷൻ, വിഷ്വലൈസേഷൻ. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേയധികം ടെക്നിക്കുകളും ടൂളുകളും വേറെയുമുണ്ട്. ഇവയെല്ലാം തന്നെയും ഓരോന്നായി ശാസ്ത്രീയമായി വിശദീകരിച്ച്, ലളിതമായ ഭാഷയിൽ ശാസ്ത്രീയമായി വിശദീകരിച്ച് നിങ്ങളുടെ മുൻപിൽ വരുന്ന എപ്പിസോഡുകളിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് തന്നെയാണെങ്കിലും അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വിജയാശംസകൾ നേരുന്നു, ശുഭദിനങ്ങൾ നേരുന്നു. ഇറ്റ്സ് മീ വൈശാഖ് സൂര്യനാരായൺ.